സുമനസ്സുകളായ സദസ്യരെ, ഇസ്ലാമിക ചരിത്രത്തിൻ്റെ മുന്നേറ്റ പ്രയാണങ്ങളിൽ മാറ്റി നിർത്താനാകാത്ത ഒരു അധ്യായമാണ് ഉസ്ബത്ത് ഉഹദ് അഥവാ ഉഹദ് യുദ്ധം. മദീനത്തെ സമീപ പ്രദേശമായ ഉഹദ് മല ഇസ്ലാമിക ചരിത്രത്തിൽ ഇടപെടുകയാണ്. 700ഓളം വരുന്ന മുസ്ലിം ന്യൂനപക്ഷ സൈന്യത്തോട് 3000ഓളം വരുന്ന ശത്രു സൈന്യം ഏറ്റുമുട്ടുന്ന ഒരു വലിയ രംഗമാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രതികാരം സുബൈറോട് നബിയേ ഖാലിദ് ഇബ്നു വലീദ് തോർന്നില തൂകും ഇലഫാനെ അതു പഠിച്ചെന്നിട്ടവർ ഇടം മുന്നിൽ തണി തെന്നിൽ പുരത്താനേ നെരി കൂഫിർകളിൽ ചീല തലവരെ ഫരികളെ നറുനേരെ ചില തോർണങ്ങളായിത്താനേ നിലവുടയോന്റെ തടവിൽ പിറുത്തു നെരുനബി നബിയാലേ. തന്ത്രജ്ഞാനിയായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിം സൈന്യത്തെ അണിയുറപ്പിച്ചു നിർത്തുകയാണ്. പരിശുദ്ധ ദീനിന്റെ ധർമ്മജൻ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു മുസ്ലിം സൈന്യത്തെ പടയുറപ്പിച്ചു നിർത്തുകയാണ്. മറുവശത്ത് ഖാലിദ് ഇബ്നു വലീദ് സർവായുധ വിഭൂഷകനായി ഉറപ്പിച്ചിട്ടുണ്ട്. ഉഹദിലെ ജമൽ മല, അവിടെ 50 സ്വഹാബാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർത്തിയിട്ടുണ്ട്. അവരോട് ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറയാനുണ്ട്. ഉരത്താർ നബി ത്വാഹ ഗനീമത്തിനായി ഒരുന്നു നയുകങ്ങൾ നുമൈ കണ്ടാലോ വരണ്ടേ ഇലൈനാനി ഇവിടം വിട്ട് മറുവാ നിലയ്ക്കുന്ന നയക്കല്ലാതെ പോരുന്നിതാനമ്മെ ഉലൈക്കാഫിട്ട് പോകുന്നതായുങ്ങൾ നളർത്തെന്നാലോ ഉരവി ഭവനം വിട്ടടുത്തിടണ്ട ഉറക്കം നമുക്കുങ്ങൾ ചെയ്ത വേണ്ട വെല്ലാൻ ഉറച്ചേറ്റം സ്വഹാബാക്കളെ വെല്ലി നിരത്തിപ്പിടണ്ടാർ പോനിൽ. ഓ സഹാബ, നിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് വരേണ്ടതില്ല. നമുക്ക് എന്തെന്ന് സംഭവിച്ചാലും നിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് വരേണ്ടതില്ല. ഈ യുദ്ധം വിജയിച്ച് ഗനീമത്ത് സ്വത്ത് നാം ഒരുമിച്ച് കൂട്ടുകയാണ്. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കും? സൊടയിട്ടാർ മുതലെടുക്കുന്നേ സുഴലകപ്പെട്ട് പിറക്കടവിലെ ഫളിലിട്ടോ മുനമരികിത്തെ ശൈൻ സമുദ്രത്തിയ സഹിയുക ദിലഫ അവർ അബ്ദുള്ള ബിൻ ജുബൈറിന്റെ തിയ മൈകളോ അവരെ ഫോൾ സണഗനിമത്തു ഫളത്തുൽ അവരെ ഫോൾ നമുക്കെടുത്തിടാ. ശക്തമായ പോരാട്ടത്തിൽ ശത്രുക്കൾ കളം വിട്ട് ഓടുകയാണ്. സ്വഹാബത്ത് ഗനീമത്ത് സ്വത്തുകൾ ഒരുമിച്ച് കൂട്ടുകയാണ്. ഇത് കണ്ട് ചില സ്വഹാബാക്കൾ മലയിറങ്ങി വരികയാണ്. യുദ്ധം വിജയിച്ചില്ലേ, ഇനിയും ഇവിടെ നിൽക്കേണ്ട ആവശ്യം എന്താണ്? എന്നാൽ സുബൈർ തങ്ങളും 10 സഹാബാക്കളും മലവിട്ടിറങ്ങിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലവിട്ടിറങ്ങാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഈ രംഗം കണ്ട് ശത്രുക്കളുടെ സംഘം മലമുകളിലേക്ക് ഇരഞ്ഞു കയറി അവരെ വധിക്കുകയാണ്. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്ന അല്ലദീന ളലമൂ മിൻകും ഖാസ്സ. ഈ രംഗം കണ്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി കണ്ട സമയത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി ആർത്തട്ടഹസിച്ച് പറയുകയാണ്, ഓ ദൈവത്തിന്റെ അനുയായികളെ, നിങ്ങൾ മലമുകളിലേക്ക് ശ്രദ്ധിച്ച് കയറി വരൂ. ഓടിപ്പോയ കുഫാറിനെയാണ് ആ വിളിച്ചു വരുത്തിയത്. ഈ സമയം അവസ്ഥകൾ ആകെ മാറി മറുകയാണ്. വീണ്ടും ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ് ഇവിടെ. അവർ കുലകീർത്തിട അടിമിത കുഫിർ ഖുറൈശികളിൽ അഹിർദ ജിഹാദുകൾ ഒരുപതി മെത്തിയതിരുപതി പേരാ കുടമയിലിപ്പോൾ 4 സൊഫിൽ ഇടപെടി ഫെട്ടാൽ ചൂരിത മൊഴി കലകമടിത്തിലെ തിരുകതിലെത്തുവനിത് മുസിബ. അവനൊരു
സ്വഹാബി ശറഫിലിനക്കിന ഇമൈകളിലൊക്കുവൻ ഉമൈകളിലാരാ ഉമൈകളിലാരാ. ദേഷ്യത്തോടെ ചീറിപ്പായുകയാണ് ഹംസ റളിയല്ലാഹു അൻഹു. 31 ശത്രു സൈന്യങ്ങളെ വെട്ടിയരിഞ്ഞു പ്രഗൽഭനം കൊള്ളുമ്പോൾ അതാ ചാലരുടെ സൊഫിൽ നിന്നും ഒരു വെല്ലൻ, അതെ സിപായിയാണ്, എന്നോട് കുഫാക്കാൻ നിങ്ങളിൽ ആരാണുള്ളത്? വെല്ലുവിളി ഹംസ റളിയല്ലാഹു അൻഹു കേട്ട താമസം വെറുതെ വിടുമോ? ഒരിക്കലുമില്ല. കൊടുകതിലത്ത് ചോരണ ഭംബർ ഭവന മുഖത്തിൽ അതുകൊണ്ട് കദേഹത്തിൽ മതിമുഖമേൽക്കിട ചുടിയുടെ വേണ്ട അടൽപ്പി അതുകൾ കടകിടയനു മറിയണ്ട കടുകടിയത്തെ ചുറ്റിശനത്തിൽ കരയടി മന്ദം ദേശിപ്പുമപ്പോൾ ഹർഷമതിത്തുവനുർവരുവാലെ മാഴ്ശറ കണവിൽ ഉണർവിൽ രംഗിടും കർബറിലെങ്കിട ചെറുകത്തിലാലേ ചെറുകത്തിലാലേ. എടാ നീ വലിയ ഭംഗിച്ചൊന്നും പറയലടാ, നീ ആ ഒത്താശി പെണ്ണിന്റെ മോനല്ലടാ. കുടുംബമഹിം വലുപ്പമൊന്നും പറയാതെ പോരടിക്കാനുണ്ടെങ്കിൽ കേറി വാടാ എന്നും പറഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹു ഒരടി മുന്നോട്ട് വെക്കുകയാണ്. സിപായികൾ എല്ലാത്തിനെയും വെട്ടിനിരത്തി യൂതഭൂമി ഒന്നും കൂടി ചഞ്ചായമണിയുകയാണ്. സിപായിയുടെ പടക്കുപ്പായം ഊരിയെടുക്കാൻ വേണ്ടി കുനിഞ്ഞ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ലക്ഷ്യമാക്കി ഒരാൾ നീങ്ങുന്നുണ്ടായിരുന്നു. അയാൾ യുദ്ധത്തിനൊന്നും പങ്കെടുത്തില്ല, ഹംസ റളിയല്ലാഹു അൻഹുവിനെ മാത്രം നോക്കി വരികയായിരുന്നു. ആരാണ് അയാൾ? കരമിയണ്ടി തുരച്ചവർ വെറുത്താനേ ജനർകളെ പകുത്താനേ വഹിഷിയും അടുത്താനേ സമയത്തിൽ പോലെ ഹംസ ഇടൈന്തോരം സ്ഥലന്തോരം പറശി കണ്ടവർ പിന്നിലടുത്താനേ വിഴിയെ ചേരുത്താനേ. തക്കം പാർത്തിരിക്കുകയായിരുന്നു അയാൾ. ആളുകളെല്ലാം വകഞ്ഞു മാറ്റി ഹംസ റളിയല്ലാഹുവിന്റെ അടുത്തെത്തിയിരിക്കുന്നു. ഘോരമായ യുദ്ധം കഴിഞ്ഞ് തളർന്നിരിക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പുറത്തേക്ക് ക്രൂരത കൊണ്ട് മൂർച്ചപ്പെടുത്തിയ ചാട്ടുളി ഉതിർത്തു വിടുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പുറത്തുകൂടി വയറിലൂടെ തള്ളി നിൽക്കുകയാണ്. ഇല്ല, വേദന സഹിക്കാനാകുന്നില്ല. അള്ളാഹുവിന്റെ ഖളാ അവിടെ സംഭവിച്ചിരിക്കുന്നു. ഉഹുദ് മല പ്രകോപനം കൊള്ളുകയാണ്. ആ ശരീരം പിടഞ്ഞു പിടഞ്ഞു ചൂടണിയുകയാണ്. ഇസ്ലാമിന് വേണ്ടി ശരീരം പണയം വെച്ച് കഠിനമായ വേദനയിൽ ചൂടുമെല്ലാം അമർത്തിപ്പിടിച്ചിരിക്കുകയാണ്. മുസ്ലിം സൈന്യം ഒന്നടങ്കം കണ്ണീരിൽ കുതിർന്നിരിക്കുമ്പോൾ അതാ ഹിന്ദ് അവിടേക്ക് കടന്നു വരികയാണ്. ആ തിരുകരം കടിച്ചു കീറുകയാണ്. പ്രിയരെ, ആ ഹിന്ദുവും വൈശ്യവും തിരുബറക്കത്തിനാൽ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അവരുടെ ഫളല് കൊണ്ട് നാഥൻ നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.